തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. OJ ജനീഷ് അടക്കം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. വിവരങ്ങളുമായി ജേസൺ ചാമളപ്പിൽ. ജേസൺ, വലിയ പ്രതിഷേധമാണോ? പ്രതിഷേധം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നോ? സ്മൃതി, വലിയ പ്രതിഷേധം തന്നെയായിരുന്നു. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിലായി യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് കളക്ടറേറ്റ് പരിസരത്തേക്ക് എത്തിയിരുന്നു. കളക്ടറേറ്റ് പരിസരത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. അതിനെ തുടർന്ന് പോലീസും അതുപോലെ തന്നെ സമരക്കാരും തമ്മിൽ കയ്യേറ്റം ഉണ്ടായി. ഈ കയ്യേറ്റത്തിനിടയിലാണ് സ്വാഭാവികമായും പോലീസ് ലാത്തി വീശുന്ന സ്ഥിതിയുണ്ടായിരുന്നു. പലതവണ ജലപീരങ്കി ഉപയോഗിച്ചു. ഇതിനുശേഷം പോലീസ് ലാത്തി വീശി. തുടർന്നാണ് 10ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സ്റ്റേഷനിലേക്ക് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരെ തൃശൂർ കളക്ടറേറ്റിനോട് ചേർന്നുള്ള വെസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചും പോലീസും പ്രവർത്തകർ തമ്മിൽ ഇപ്പോഴും ബലപ്രയോഗം നടക്കുകയാണ്. കസ്റ്റഡിയിൽ എടുത്തവരെ വിട്ടുകിട്ടണമെന്നതാണ് പ്രധാനമായും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇപ്പോൾ തൃശൂർ വെസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. പോലീസുമായിട്ടുള്ള ഉന്തും തള്ളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറിക്കൊണ്ടാണ് പ്രവർത്തകർ ഇപ്പോൾ നേതാക്കളെ വിട്ടുകിട്ടണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. തീർച്ചയായും സ്മൃതി, പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുണ്ട്. 10ഓളം പ്രവർത്തകരെയും നേതാക്കളെയുമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളവരെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഇതിനിടയിലാണ് പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ്. പ്രവർത്തകർ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ നടത്തിയ പ്രതിഷേധമാണ്. പ്രവർത്തകരിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് അടക്കമുള്ള നേതാക്കളും ഉണ്ടായിരുന്നു. അവരെ അറസ്റ്റ് ചെയ്ത് വലിച്ചുകൊണ്ടാണ് പോലീസ് കൊണ്ടുപോയത്, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. നേതാക്കളെ കൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച് പോലീസ് സ്റ്റേഷന് മുന്നിലേക്കും പ്രവർത്തകർ എത്തുന്നു. പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറാനുള്ള ശ്രമമുണ്ടായി. നേതാക്കളെ വിട്ടുകിട്ടണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. ജേസൺ ചാമളപ്പിൽ തുടരുന്നു. ജേസൺ, ഇപ്പോൾ ഏത് സ്റ്റേഷന് മുന്നിലാണ് ഈ സംഘർഷം തുടരുന്നത്? എന്താണ് അവിടെ കാണാനാകുന്നത്? തൃശൂർ വെസ്റ്റ് സ്റ്റേഷനിന് മുൻപിലാണ് യൂത്ത് കോൺഗ്രസുകാരുടെ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ സ്വർണ്ണക്കൊള്ളയിലുമായി ബന്ധപ്പെട്ട് SITയുടെ അന്വേഷണം അട്ടിമറിക്കുന്നെന്ന് ആരോപിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ആ മാർച്ച് ജില്ലാ കളക്ടറേറ്റ് മുമ്പിൽ വെച്ച് പോലീസ് തടഞ്ഞു ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. അതിനുശേഷം ആ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമത്തിനിടെ പലതവണ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. തുടർന്നാണ് പോലീസും അതുപോലെ തന്നെ സമരക്കാരും തമ്മിൽ സംഘർഷം ഉണ്ടായി. ആ സംഘർഷത്തിന് ഒടുവിൽ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അതിനുശേഷം പോലീസ് 10ഓളം പ്രവർത്തകരെ, നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ശേഷം സ്റ്റേഷനകത്തേക്ക് കൊണ്ടുപോയി. തുടർന്നാണ് മറ്റു പ്രവർത്തകരെ കൂടി കസ്റ്റഡിയിലെടുക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്നതിനിടയിലാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടാകുന്നത്. ഇവരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്നത്. സ്മൃതി, വലിയ പ്രതിഷേധമാണ്. തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പ്രവർത്തകർ തമ്പടിച്ചിരിക്കുന്നു. നേതാക്കളെ വിട്ടുകിട്ടണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ പ്രതിഷേധമാണ്. പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറാനുള്ള ശ്രമവും ഒരു വശത്ത് നടന്നിട്ടുണ്ട്. സംഘർഷത്തിന്റെ സാഹചര്യം പോലീസ് സ്റ്റേഷന് മുന്നിൽ തുടരുകയാണോ ജേസൺ? ഇപ്പോൾ സംഘർഷത്തിന് ചെറിയ അയവ് വന്നിട്ടുണ്ട്. പോലീസ് കൂടുതൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പ്രധാനമായും സംഘർഷം തുടങ്ങുന്നത് പോലീസുകാർ തങ്ങളുടെ കാലിൽ ചവിട്ടി എന്നതാണ് പ്രധാനമായും തുടക്കത്തിൽ പ്രവർത്തകർ ആരോപിച്ചത്. തുടർന്നാണ് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷത്തിന് തുടക്കമാകുന്നത്. പിന്നീട് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടക്കുന്നു. കളക്ടറേറ്റിന് തൊട്ടടുത്ത് തന്നെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് 10ഓളം പ്രവർത്തകരെ കൊണ്ടുപോകുന്നു. തുടർന്നാണ് മറ്റു പ്രവർത്തകരെ കൂടി കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് സംഘർഷത്തിലേക്ക് എത്തുന്നത്. ഇപ്പോൾ സംഘർഷത്തിന് അല്പം അയവ് വന്നിട്ടുണ്ട്. ജയ്സനാണ് വിവരങ്ങൾ നൽകുന്നത്. തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ വലിയ സംഘർഷം ഉണ്ടായിരിക്കുന്നു. പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രവർത്തകർ തമ്പടിക്കുന്നു. പിന്നീട് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷിനെ അടക്കം
അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റേഷന് മുമ്പിൽ നിന്നുള്ള തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സംഘർഷാവസ്ഥയ്ക്ക് നേരിയ അയവ് വന്നിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം, അതിനിടയിലാണ് ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടാവുന്നു. അതിനിടയിൽ നിന്ന് തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ജെയ്സൺ തുടരുന്നുണ്ട്. ജെയ്സൺ, ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ജെയ്സൺ, നേരത്തെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് തൃശൂർ കളക്ടറേറ്റ് മുമ്പിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച് നടക്കുന്നത്. ആ മാർച്ച് പോലീസ് കളക്ടറേറ്റ് മുമ്പിൽ വെച്ച് തടഞ്ഞു. ആ കളക്ടറേറ്റ് മുമ്പിൽ വെച്ച് തടഞ്ഞതിന് ശേഷം ബാരിക്കേഡ് കെട്ടിയാണ് തടഞ്ഞത്. ആ ബാരിക്കേഡ് തകർക്കാൻ ശ്രമം നടത്തി. അതിനിടയിൽ പലതവണ ജലപീരങ്കി ഉപയോഗിച്ചു. പിന്നീട് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അതിനിടയിലാണ് ഇപ്പോൾ പോലീസ് കൂടുതൽ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. പോലീസ് പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് കൂടുതൽ പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തി. പിന്നീട് ഇവരുമായി ബലപ്രയോഗം നടത്തുകയായിരുന്നു. ഇപ്പോൾ ചെറിയ രീതിയിൽ പ്രശ്ന പരിഹാരം, അതായത് സംഘർഷത്തിനായി വന്നിട്ടുണ്ട്. ജെയ്സനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കളക്ടറേറ്റ് മാർച്ചിലുണ്ടായ സംഘർഷം, തുടർന്ന് പ്രവർത്തകർക്ക് നേരെയുള്ള പോലീസിന്റെ നടപടി, നിരവധി പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത സാഹചര്യമുണ്ടായിരുന്നു. അതുകൂടി ചോദ്യം ചെയ്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുമ്പിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിരുന്നു. പോലീസിന്റെ നടപടിക്കെതിരെ വിമർശനമുയർത്തിക്കൊണ്ട്, പ്രതിഷേധമുയർത്തിക്കൊണ്ടാണ് സ്റ്റേഷന് മുമ്പിലേക്ക്, വെസ്റ്റ് പോലീസ് സ്റ്റേഷന് മുമ്പിലേക്ക് പ്രവർത്തകർ തടിച്ചുകൂടി എത്തിയത്. അവിടെ ഒരു സംഘർഷാവസ്ഥ അല്പസമയം മുമ്പ് നിലനിന്നിരുന്നു. ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ പൂർണ്ണമായി ശാന്തമായ നിലയിലേക്ക് പോയി എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പ്രവർത്തകർ ഇപ്പോഴും പോലീസ് സ്റ്റേഷന് മുമ്പിൽ തമ്പടിച്ച് നിൽക്കുന്ന സാഹചര്യമുണ്ട്. കസ്റ്റഡിയിലെടുത്തവരെ വിട്ടുകിട്ടണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പ്രതിഷേധം ഉണ്ടാകുന്നത്. ഒ ജെ ജനീഷ് അടക്കം, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനടക്കം ഈ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായിരുന്നു. പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നിലയിലേക്ക് പോവുകയായിരുന്നു. പോലീസ് സ്റ്റേഷന് മുമ്പിൽ കുത്തിയിരുന്നും കിടന്നുമുള്ള പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കടന്നിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ജെയ്സൺ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ജെയ്സൺ, പുതിയ വിവരങ്ങൾ. ജെയ്സൺ, ഏറ്റവും പുതിയ വിവരം, ഏതാനും പോലീസുകാർക്കും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ്. സംഘർഷം കുറേ നേരമായി തുടരുകയായിരുന്നു. പോലീസ് അകാരണമായി മർദ്ദിച്ചു എന്നതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രധാനമായി ഉന്നയിച്ച വിഷയം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. പിന്നീട് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സ്ഥിതിയുണ്ടായി. അറസ്റ്റ് ചെയ്യുന്നതിനിടയിലാണ് പ്രധാനമായും പോലീസും അതുപോലെ തന്നെ പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇതിനിടയിൽ ഉണ്ടായ സംഘർഷത്തിലാണ് ഏതാനും പോലീസുകാർക്കും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകർക്കും ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോൾ പരിക്ക് ഏറ്റിരിക്കുന്നത്. പോലീസ് നിരവധി പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അവർ പോലീസ് സ്റ്റേഷനിൽ 10ഓളം പ്രവർത്തകർ ഉള്ളിലുണ്ട്. ബാക്കിയുള്ള പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുക്കുന്നതിനിടെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. അതിനിടയിൽ